പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തെ വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. സ്നേഹത്തിൻ്റെ കതിരായ ആത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ജ്ഞാനം, ബുദ്ധി, ആത്മശക്തി, ആലോചന, അറിവ്, ഭക്തി, ദൈവഭയം എന്നീ ദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ ഫലങ്ങളാവുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, അടക്കം, സഹനശക്തി, ശുദ്ധത എന്നീ ഫലങ്ങളാൽ ഞങ്ങളെ നടത്തണമേ. വിട്ടുപിരിയാതെ സഹായകനായി ഞങ്ങളോടൊപ്പം വസിക്കണമേ. കർത്താവായ ഈശോപ്പ, പാവികളായ മനുഷ്യമക്കൾക്കായി ബലിയായി തീർന്ന എൻ്റെ ഈശോയെ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ഈശോപ്പ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾക്കൊരു പകൽക്കാലം തന്നതിനെ ഓർക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ഭൗതിക അനുഗ്രഹങ്ങൾ തരുകയും ഞങ്ങളെ ഓരോ വഴികളിൽ നടത്തുകയും ചെയ്തതിനെ ഓർത്ത് സ്തുതിക്കുന്നു. പ്രഭാതം മുതൽ ഈ കരുണയുടെ സമയം വരെയും ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവരെയും അവരുടെ ആവശ്യങ്ങളെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന രോഗികളെയും കർത്താവെ, അവരുടെ രോഗാവസ്ഥയെയും ഇപ്പോൾ എന്നിലൂടെ ദൈവനാമം കേൾക്കുന്നവരെയും അവരുടെ കുടുംബങ്ങളെയും ആവശ്യങ്ങളെയും അവിടുത്തെ പാദതാരിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ വറ്റാത്ത കരുണ ഓരോ മക്കളിലും ഒഴുകണമേ. ഞങ്ങൾക്ക് എപ്പോഴും ദൈവത്തെ സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനുമുള്ള കൃപാവരം തന്ന് അനുഗ്രഹിക്കണമേ. അനേകം മക്കൾക്കായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപയും കരുണയും തരണമേ അപ്പ. ആത്മീയ ജീവിതത്തിൽ അടിയുറച്ചു നിൽപ്പാൻ എൻ്റെ കർത്താവ് കൂടെ ആയിരിക്കണമേ. ഇന്ന് പ്രാർത്ഥിച്ചു എടുത്തപ്പോൾ കിട്ടിയ വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഈ വചനഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നിരുന്നാലും ഞാൻ ഒരിക്കൽ കൂടി ഈ വചനവാക്യങ്ങൾ ഇവിടെ വായിക്കാം. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ചു, സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവൻ എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുരക്ഷിതമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്നവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ചു കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്നവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യ വേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ
കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ മുതൽ എൻ്റെ ഹൃദയത്തിൽ തലമുറയ്ക്ക് വേണ്ടി, യുവതലമുറയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. വീട്ടിൽ വെറുതെ ഇരുന്നാലും അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഈശോയോടുള്ള ഒരു പ്രാർത്ഥന ഇത് മാത്രം: കർത്താവേ, ഇന്ന് വളർന്നു വരുന്ന മക്കൾ നാശത്തിൻ്റെ വഴിയിലാണല്ലോ നടക്കുന്നത്. ഈ മക്കൾക്ക് സുബോധം നൽകണമേ. എല്ലാ മക്കളുടെയും കാര്യമല്ല. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളുണ്ടല്ലോ. ഇത് മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമ വായിക്കുവാൻ ഇടയായത്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഈ വചനഭാഗം. സമ്പത്തിൽ നോട്ടം വെച്ച് ജീവിച്ച ഒരു പുത്രനായിരുന്നു ധൂർത്തപുത്രനായ ഇളയ മകൻ. അവൻ്റെ സമ്പത്ത് എപ്രകാരം നഷ്ടപ്പെട്ടു എന്നുള്ളത് തിരുവചനത്തിൽ കാണാം. സമ്പത്ത് കൊണ്ട് ദൂരദേശത്ത് പോയി ധൂർത്ത് ജീവിക്കുന്നു, വഴിവിട്ടു ജീവിക്കുന്നു. എല്ലാം കഴിയുമ്പോൾ ആ നാട്ടിൽ ക്ഷാമം വരികയും അവന് കഴിക്കാൻ ആഹാരം പോലും കിട്ടാതെയായി. സകലതും നശിച്ചപ്പോഴാണ് അവൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കുന്നതും സ്വർഗപിതാവിനോട് അപ്പനോടും മാപ്പപേക്ഷിക്കുന്നതും കാണാം. ഞാൻ ഇന്നത്തെ തലമുറകളായ മക്കളെ ഓർത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനഭാഗവും ധൂർത്തപുത്രൻ്റേതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ കരുണയുടെ സമയം യുവതലമുറകളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഏക മനസ്സോടെ ചോദിച്ചാൽ നമ്മുടെ കർത്താവായ ഈശോനാഥൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഒരു നാളും നമ്മെ ഉപേക്ഷിക്കാത്ത കർത്താവാണ്. അതിനായി നമ്മെ തന്നെ ഈശോയ്ക്ക് ഈ കരുണയുടെ സമയം സമർപ്പിച്ച് ഏക മനസ്സോടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. യുവാവായി വളർന്ന യേശുനാഥൻ യുവത്വം ദൈവം ദാനമാണെന്ന ചിന്തകൾ മക്കൾക്ക് നൽകുന്നതിനായി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുനാഥ, യുവത്വത്തിലായിരിക്കുന്ന മക്കളെ എല്ലാവരെയും കർത്താവ് തരുന്ന ദാനമാണ് എന്നുള്ള ബോധം നൽകി അനുഗ്രഹിക്കണമേ. ഓരോ കുഞ്ഞുങ്ങൾക്കും സുബോധം നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും കൊണ്ട് ഓരോ മക്കളെയും നടത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളാകുന്ന മദ്യം, മയക്കുമരുന്ന്, ജഡികാശക്തി, ആഡംബരമായ ജീവിതം, മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം, മാതാപിതാക്കളെ ബഹുമാനിക്കാതെ എന്നിങ്ങനെയുള്ള ദുർശീലങ്ങളിൽ നിന്ന് അകറ്റിയും ഇതിൽ ഒന്നും ഉൾപ്പെടാതെ ജീവിക്കുന്ന മക്കളെ എപ്പോഴും കർത്താവിൻ്റെ സംരക്ഷണത്തിൽ നിർത്തിയും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭാവി ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും മാതാപിതാക്കന്മാർക്ക് നല്ല മക്കളായി ജീവിപ്പാനുമുള്ള കൃപാവരം നൽകി ഈശോ ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ മക്കളെ നയിക്കണമേ. ധൂർത്തപുത്രൻ സ്വർഗസ്ഥനായ പിതാവിനോടും സ്വന്തം അപ്പനോടും മാപ്പപേക്ഷിച്ചതുപോലെ ഓരോ മക്കൾക്കും സുബോധം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ കരുണയുടെ സമയം എല്ലാ മക്കളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കേട്ട കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ആമേൻ.